വെൽക്കം ടു DG സൊല്യൂഷൻസ്. 100 ക്യൂബിക്കടി പാറ പണിയുവാൻ എത്ര സിമൻറ്റും മണലും വേണ്ടി വരുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. പാറപണി എന്ന് പറയുമ്പോൾ റബിൾ മേസൺറി, പല സ്ഥലങ്ങളിൽ കരിങ്കൽ കെട്ട് എന്നാണ് പറയുന്നത്. അതിന് ആവശ്യമായ സിമൻറ്റും മണലും എത്ര വേണ്ടി വരുമെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിൽ പ്രധാനമായും ഗ്രൗണ്ട് ലെവലിന് താഴെ ഫൗണ്ടേഷന് റബിൾ മേസൺറി ചെയ്യുമ്പോൾ സാധാരണ സിമൻറ്റും മണലും ഉപയോഗിക്കാറില്ല. ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ മണ്ണ് ഇട്ട് വെള്ളമൊഴിച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഗ്രൗണ്ട് ലെവലിന് മുകളിൽ പാറ പണിയുമ്പോൾ സിമൻറ്റ് മോർട്ടാർ ഉപയോഗിക്കാറുണ്ട്. അതിന് എത്രമാത്രം സിമൻറ്റും മണലും വേണ്ടി വരുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. 100 ക്യൂബിക്കടി പാറ പണിയുക എന്ന് പറയുമ്പോൾ സാധാരണയായി 100 അടി പാറ പണിയുക എന്നാണ് അത് പറയപ്പെടുന്നത്. 100 അടി എന്ന് പറയുമ്പോൾ അത് ക്യൂബിക്കടിയാണ്. അപ്പോൾ അത് ഏകദേശം എത്ര അളവിലുണ്ടാകും എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് 25 അടി നീളം, 2 അടി വീതി, 2 അടി പൊക്കം. ഈ പൊക്കത്തിൽ പാറ പണിയുക. അപ്പോൾ 25 അടി നീളം ഗുണം 2 അടി വീതി എന്ന് പറയുമ്പോൾ 50 ഗുണം 2 അടി പൊക്കം എന്ന് പറയുമ്പോൾ 100 അടി. അങ്ങനെ 25 അടി നീളത്തിൽ, 2 അടി വീതിയിൽ, 2 അടി പൊക്കത്തിൽ പാറ പണിയുമ്പോൾ അത് 100 ക്യൂബിക്കടി ഉണ്ടാകും. അതിന് എത്രമാത്രം സിമൻറ്റും മണലും വേണ്ടി വരുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് വളരെ ലളിതമായി കണക്ക് കൂട്ടുന്നതിനുള്ള ഒരു മാർഗമുണ്ട്. അതായത് 100 ക്യൂബിക്കടി പാറ പണിയാൻ അതിൻ്റെ 40% നമ്മൾ സിമൻറ്റ് മോർട്ടാർ അഥവാ ചാന്ത് അഥവാ സിമൻറ്റ് കൂട്ട് ഉപയോഗിക്കേണ്ടതായി വരുന്നത്. ഇത് ഡ്രൈ മെറ്റീരിയൽസിൻ്റെ അളവാണ് 40% എന്ന് പറയുന്നത്. ഇവിടെ 100ൻ്റെ 40%, 100 ക്യൂബിക്കടിയുടെ 40% എന്ന് പറയുമ്പോൾ എത്ര ആണെന്ന് നോക്കാം. അതായത് 100ൻ്റെ 40%, അതായത് 100 ഗുണം 40 ഭാഗം 100 സമം 40 CFT അഥവാ ക്യൂബിക്കടി എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 100 ക്യൂബിക്കടി പാറ പണിയുവാൻ 40 ക്യൂബിക്കടി സിമൻറ്റ് മോർട്ടാർ വേണ്ടിവരും. അതായത് സിമൻറ്റും മണലും കൂടി ചേർന്ന് 40 CFT 40 ക്യൂബിക്കടി വേണ്ടിവരും. ഇവിടെ 1:6 എന്ന മിക്സ് റേഷ്യോ ആയിരിക്കും നമ്മൾ പാറ പണിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് 1 ഭാഗം സിമൻറ്റ് അധികം 6 ഭാഗം മണൽ, അങ്ങനെ മൊത്തം 7 ഭാഗം ഉണ്ടായിരിക്കും. അപ്പോൾ സിമൻറ്റിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ 7 ഭാഗത്തിലെ 1 ഭാഗം. അതെങ്ങനെ കണക്ക് കൂട്ടാം? അതായത് 40നെ 7 ആയിട്ട് ഭാഗിക്കുക. 40 ഭാഗം 7, എന്നിട്ട് അതിൻ്റെ 1 ഭാഗം എടുക്കുക, ഇൻറ്റു 1 സമം 5.71 CFT എന്ന് കിട്ടും. ഇവിടെ 1 CFT സിമൻറ്റിൻ്റെ ഭാരം 40.776 kg ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ആകെ സിമൻറ്റിൻ്റെ ഭാരം 5.71 ഗുണം 40.776 സമം 232.83 kg ആയിരിക്കും. സിമൻറ്റിൻ്റെ അളവ് സാധാരണ നമുക്ക് ബാഗിൽ അറിയണം. ഇവിടെ 1 ബാഗ് സിമൻറ്റിൻ്റെ ഭാരം 50 കിലോ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 232.83 kg ഭാഗം 50 kg സമം 4.6 ബാഗ്. അതായത് നമുക്ക് റൗണ്ട് ചെയ്ത് 5 ബാഗ് സിമൻറ്റ് എന്ന് എടുക്കാം. ഇനി മണലിൻ്റെ അളവ് നോക്കാം. ഇവിടെ 7ൽ 6 ഭാഗമാണല്ലോ മണൽ. അങ്ങനെ വരുമ്പോൾ 40 CFT എന്നതിനെ 7 ആയിട്ട് ഭാഗിക്കുക, എന്നിട്ട് അതിൻ്റെ 6 ഭാഗം എടുക്കുക. 40 ഭാഗം 7 ഗുണം 6 സമം 34.282 CFT എന്ന് കിട്ടും. നമുക്ക് റൗണ്ട് ചെയ്ത് 35 CFT എന്ന് എടുക്കാം. അപ്പോൾ എന്ത് മനസ്സിലായി? 100 ക്യൂബിക്കടി പാറ പണിയുവാൻ നമുക്ക് 40 ക്യൂബിക്കടി സിമൻറ്റ് മോർട്ടാർ വേണ്ടിവരും. ഇവിടെ 1:6 എന്ന മിക്സ് റേഷ്യോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ സിമൻറ്റ് 5 ബാഗ് വേണ്ടിവരും. അതേപോലെ മണൽ 35 ക്യൂബിക്കടി വേണ്ടിവരും. ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക.